ഒരുപാട് പുരുഷന്മാർ വീണു പോവുകയാണ്. ആ വീണു പോകുന്ന പലരെയും നമ്മൾ അറിയുന്നില്ല. 1-2 സെലിബ്രിറ്റി കേസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനടക്കം 10-16 ദിവസം ജയിലിൽ കിടന്നപ്പം വ്യാജ പരാതികളിൽ പെട്ട്, വീട്ടുകാർ കൊടുത്ത കള്ളപ്പരാതികളിൽ പെട്ട് കിടക്കുന്ന, വർഷങ്ങൾ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണം. അത് സ്ത്രീകൾക്കെതിരല്ല. ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഇത് സാറിനും കൂടെ തരാൻ. ഇത് പുരുഷ കമ്മീഷൻ ബില്ലാണ്. ബിൽ നമ്പർ 246 നമ്മുടെ നിയമസഭയിൽ 11 മാസമായി ഇരിക്കുന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ്, എൽദോസ് കുന്നപ്പള്ളിയാണ് പ്രൈവറ്റ് മെമ്പർ ബിൽ. എൻ്റെ കോൺസെപ്റ്റ് പേപ്പറൊക്കെ നമ്മുടെ ടീമാണ് പ്രിപ്പയർ ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളമാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ രാജ്യസഭയിൽ ഡോക്ടർ അശോക് കുമാർ മിത്തൽ ആപ്പിൻ്റെ MP ഇത് അവതരിപ്പിച്ചു. നമ്മളും കൊണ്ടുവരണം. ഇതൊരു പോസിറ്റീവ് ലെജിസ്ലേഷനാണ്. കാര്യം ആണുങ്ങൾക്കും സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും അതേപോലെ തന്നെ വേണം. സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, സ്ത്രീകൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്. കാര്യം നൂറ്റാണ്ടുകളുടെ ഒരു ചലഞ്ച് അതിനകത്തുണ്ട്. പക്ഷേ അതോടൊപ്പം പുരുഷൻ്റെ വിഷയവും അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ വരി കൂടി വായിക്കാം. ഞാൻ അതുകൊണ്ടാണ് ഇതിനെ നമ്മുടെ സത്യസന്ധത മനസ്സിലാക്കാനാണ് എൻ്റെ ആദ്യ വരി വായിക്കാം കോൺസെപ്റ്റ് പേപ്പറിൻ്റെ. സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് തന്നെയാണ് തെളിയിക്കുന്നത്. എന്നാൽ മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ കമ്മീഷൻ പോലെ, യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ പാതയിലേക്ക് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറടക്കമുള്ള കേരളത്തിലെ ഏറ്റവും ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ അത് ചർച്ചയ്ക്കെടുക്കുന്നത് തന്നെ അത്തരമൊരു ആശയത്തിൻ്റെ പ്രസക്തിയാണ് ചൂണ്ടിക്കാട്ടുന്നത്.